ഇത് ഈ ബംഗാളിൽ CPM എങ്ങനെയാണോ തകർന്നത് അതിൻ്റെ വേറൊരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോളേജുകൾ ഈ SFI കോട്ടകളാക്കി മാറ്റി, അവിടെ കേരളത്തിലെ കോളേജ് വിദ്യാഭ്യാസം തന്നെ താറുമാറാക്കി, അവരുടെ CPMൻ്റെ അധ്യാപക സംഘടനയും ഈ SFIയിലെ കുട്ടിക്കുരങ്ങന്മാരെ എല്ലാം ഉപയോഗിച്ച് ഈ കേരളത്തിലെ കലാലയങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ പഠിക്കാൻ താല്പര്യമില്ലാതെ കുറച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ കരിയറിന് വേണ്ടിയൊക്കെ വിദേശത്തേക്കാണ് കുട്ടികളൊക്കെ പോകുന്നത്. അതിനുശേഷം ഇവിടെ മറ്റ് മണ്ഡലങ്ങളിൽ മറ്റ് മേഖലകളിൽ എങ്ങനെയാണ് CPMൻ്റെ ഈ അവരുടെ കരാളഗ്രസ്തങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ബാങ്ക് ഈ സഹകരണ മേഖലയുടെ കാര്യം പറഞ്ഞു. ഇവിടെ CPMൻ്റെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാണും ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഈ സഹകരണ ബാങ്കുകൾ. ഈ ഇപ്പോൾ ചൊവ്വായൂർ കോഴിക്കോട് കണ്ടതാണ്, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ പല ബാങ്കുകളുടെ കാര്യത്തിലും ഈ ഗുണ്ടായിസമാണ്, ശുദ്ധ ഗുണ്ടായിസം. ഈ ഗുണ്ടകളെ നിർത്തി ബാങ്കിൻ്റെ ഈ എങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്, അവിടെ ആൾക്കാരെ കയറ്റുന്നില്ല, എന്നിട്ട് ബാങ്ക് പിടിച്ചെടുക്കുകയാണ്. ഇത് പണ്ട് കാസർഗോഡ് മുതൽ, അതായത് ഈ കാസർഗോഡ് 3 മണ്ഡലങ്ങളും കണ്ണൂർ മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയാണ് പേപ്പർ ബാലറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം ഈ വോട്ടിംഗ് മെഷീൻ വന്നതിന് ശേഷം പരേതന്മാരൊക്കെ വന്ന് വോട്ട് ചെയ്യുമായിരുന്നല്ലോ ഈ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ. അതെങ്ങനെയായിരുന്നു നടന്നത്? അത് തന്നെയാണ് ഇപ്പോഴും CPM ഈ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറും ഗുണ്ടായുസം കയ്യൂക്കും. ഇവിടെ പോലീസുകാരെയെല്ലാം ഷണ്ഡീകരിച്ച് അവരെല്ലാം ഈ CPMന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ രഹസ്യമായിട്ട് പിന്നെ അവർ ചിലപ്പോൾ RSSൻ്റെ അജണ്ടയൊക്കെ നടപ്പാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവരെ പ്രത്യക്ഷത്തിൽ അവരെല്ലാം CPMൻ്റെ അടിമപ്പണി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ അടിമകളാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഇതെല്ലാം ബംഗാളിൻ്റെ ഒരു സാഹചര്യത്തിലേക്കാണ് CPMനെ കൊണ്ട് എത്തിക്കുന്നത്. കാരണം ഈ രണ്ടാം ഭരണം കിട്ടുമ്പോൾ ആ ഭരണത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നു. പാർലമെന്ററി വ്യാമോഹം എന്നൊക്കെ CPM പണ്ട് പറയായിരുന്നല്ലോ. ഇപ്പോൾ പാർലമെന്ററി ഒരു വഴി മാത്രമാണ് CPMൻ്റെ മുന്നിലുള്ളൂ. കാരണം ഒരു തവണ ഭരണം നഷ്ടപ്പെട്ടാൽ ഈ പാർട്ടി എന്നേക്കും ഇവിടെ ഇല്ലാതാകുമോ എന്നുള്ള ഒരു ചോദ്യം പാർട്ടി ഇപ്പോൾ അലട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ കേസിൽ തന്നെ ഈ സജി എന്ന് പറയുന്ന ആൾ ഞാൻ അന്വേഷിച്ചു. ഇപ്പോൾ കട്ടപ്പനയിൽ ഈ സജി എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറി, 3 തവണ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. CPMൻ്റെ കട്ടപ്പനയിലെ അവസാനത്തെ വാക്കാണ് ഈ സജി. അയാളുടെ ഒരു പശ്ചാത്തലം നോക്കി അയാൾ ഒരു എന്താ പറയുന്നത്, ഈ MM മണിയുടെ ലംബോദരൻ്റെ കാര്യമൊക്കെ ഇരിക്കട്ടെ, പക്ഷേ അതുപോലുമല്ല, അത്രയും മോശം അവസ്ഥയിൽ നിന്ന് താഴെ തട്ടിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ അത്രയും ഗതിയില്ലാത്തൊരു വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ വലിയ ഒരു പണക്കാരനായി മാറി. എങ്ങനെയാണ് ഇങ്ങനെ CPMൻ്റെ നേതാക്കൾക്ക് ഇവിടെ ഇങ്ങനെ ആകാൻ കഴിയുന്നത്? എന്നിട്ട് അയാൾ എന്താണ് ചെയ്തത്? ഇയാൾ വിളിക്കുമ്പോൾ പൈസ കൊടുക്കാൻ പറ്റില്ല എന്നൊരു നല്ല വാക്ക് പറയാൻ പറ്റണം. ഒരു നല്ല വാക്ക് പറഞ്ഞെങ്കിൽ അയാളുടെ ജീവൻ ഇപ്പോൾ ഉണ്ടായിരുന്നേനെ. ഒരാളുടെ ജീവൻ ഒരു വിലയില്ലാത്ത അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പണ്ട് കേരളത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് മനുഷ്യജീവന് വിലയുണ്ടെന്നാണ്, കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ഗുണ്ടായുസത്തിൻ്റെയൊക്കെ ഒരു പരിധി കഴിഞ്ഞിട്ട് ഈ 50 ലക്ഷം ഇട്ട പൈസ എത്ര കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ 15 ലക്ഷം എത്രയായിക്കോട്ടെ, ആ പൈസ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അയാളോടൊരു മാന്യമായിട്ടൊരു നല്ല വാക്ക് പറയാൻ പാടില്ലേ? അതുപോലും പറ്റില്ലാത്ത അവസ്ഥയിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ആൾക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കാര്യം. പിന്നെ കോൺഗ്രസ്സുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ കോൺഗ്രസിനും ഈ ബാങ്ക് എങ്ങനെയാണ് CPMൻ്റെ കയ്യിലെത്തിയത്? അവിടെ മുമ്പ് EM അഗസ്തി ആയിരുന്നല്ലോ അതിൻ്റെ പ്രസിഡൻറ്റും. അത് ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് EM അഗസ്തി 2 ടൈം ഇരുന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ EM അഗസ്തിയുടെ മകളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളെ ഈ ജോയ്സ് ജോർജ് കല്യാണം കഴിച്ചതിന് ശേഷം, ജോയ്സ് ജോർജ് 2014 അവിടെ ജയിച്ചതിന് ശേഷം EM അഗസ്തിയെ കോൺഗ്രസ്സുകാരെല്ലാം വേറൊരു രീതിയിൽ അദ്ദേഹത്തെ എതിർക്കുകയും, പിന്നെ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള അഗസ്തി ജോയ്സിനെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളുമൊക്കെ ഈ പാർട്ടിയുടെ കയ്യിൽ നിന്ന് CPMലേക്ക് ഈ ബാങ്ക് പോയതിൻ്റെ കാരണമാണോ എന്നോ എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ കാരണമായിരിക്കാം. പക്ഷെ എന്തൊക്കെയായാലും ഇവിടെ CPM നടത്തുന്നത്, ഇത് പത്തനംതിട്ടയിലെ കാര്യമായാലും കോഴിക്കോട്ടെ കാര്യമായാലും എവിടെയാണെങ്കിലും ഇതുപോലെ ബാങ്കുകൾ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ ബാങ്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിൽ പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെന്ത് മാർഗവും സ്വീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇപ്പോഴും ബാലഗോപാൽ നിർമ്മലാ സീതാരാമനെ കണ്ടു കഴിഞ്ഞിട്ട് 24,000 കോടി വേണമെന്ന് പറയുന്നു. അതിനുള്ളിൽ പറയുന്ന പല ആവശ്യങ്ങളിലൊന്ന് സിൽവർ ലൈനാണ്. ഇപ്പോഴും ഇവിടെ സിൽവർ ലൈൻ നടപ്പാക്കും എന്നാണ്. ഇവിടെ 1,600 രൂപ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ഈ ക്രിസ്മസിന് മുമ്പ് 2 ഗഡു 1,600 രൂപ വെച്ച് 3,200 രൂപ
കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ആ 3200 രൂപയ്ക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്രയും പാവപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷേ അത് CPM-ൽ ഇപ്പോൾ തിന്ന് കൊഴുത്തിരിക്കുന്ന നേതാക്കൾക്ക് ഇതൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയില്ല.